വാത്സല്യം സീരിയൽ ഇന്നത്തെ എപ്പിസോഡാണ്. നന്ദിനി സാരിയിൽ പെയിന്റ് ചെയ്തുകൊണ്ട് നിൽക്കുവാണ്. മീനാക്ഷി കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. മീനാക്ഷി പറയുന്നു, എൻ്റെ അമ്മ പെയിന്റിങ് ചെയ്യുന്ന കാണാൻ എന്ത് മനോഹരമാണ്, നിലവിളക്ക് കവിത എഴുതുന്ന പോലെയാണ് എൻ്റെ അമ്മ പെയിന്റിങ് ചെയ്യുന്ന കാണാൻ എന്ന് പറയുന്നു. ഓഹോ, ഇപ്പൊ ആരാണ് കവിത പറയുന്നത്? മോളല്ലേ കവിത പറയുന്നതെന്ന് പറയുന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. അവർ കളിയും ചിരിവായി നിൽക്കുമ്പോഴാണ് നമ്മുടെ സാവിത്രി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. സാവിത്രി ഇത് കണ്ട് നോക്കുന്നു, എന്തേ ഇവിടെ ഭയങ്കര ചിരിയും കളിയെന്നോട് നോക്കുന്നു, അസൂയ പിടിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോഴാണ് നമ്മുടെ രാമേട്ട ഇറങ്ങി വന്ന് ചോദിക്കുന്നു, എന്തേ സാവിത്രി നീ നോയിക്കൊണ്ട് നിൽക്കുന്നേ? താറാ കുഞ്ഞുങ്ങൾ കുടഞ്ഞിട്ട് ചിരിക്കുന്ന നോയിക്കൊണ്ട് നിൽക്കുവാണ്, അതെന്തേ? അവർക്ക് സന്തോഷിച്ചൂടെ? അവർക്ക് എന്താ ചിരിച്ചൂടെയും ചോദിക്കുന്നു. ഓ രാമേട്ട, ചെമ്പകമംഗലത്തെ രണ്ട് അനാഥകള്, ഒന്ന് ആരാ, അച്ഛനും അമ്മയും ആരാണെന്ന് പോലും അറിയാത്ത വഴിവക്കൽ കിടന്ന് ആരോ എടുത്ത് വളർത്തിയ ഒരു അനാഥ, ഒന്ന് പ്രസവിച്ചപ്പോഴേ അമ്മ ചത്തുപോയ ഒരു അനാഥ എന്ന് പറയുന്നു. അപ്പോഴേക്കും ഈ രാമേട്ടൻ പറയുന്നു, അങ്ങനെ പറയരുത്, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു തന്നിട്ടുണ്ട്, നിന്നെ കെട്ടിയെടുത്ത നാൾ മുതൽ നിനക്ക് ഇത്രയും അസൂയയും കുശുമ്പും ഇങ്ങനെയുള്ള സംസാരമാണ്. നിന്നെ പ്രസവിച്ചവല്ല അമാവാസി ദിവസമായിരുന്നു, പിശാചുക്കളെല്ലാം ഒന്നിച്ചിറങ്ങിയ സമയത്തായിരുന്നു നിന്നെ പെറ്റിട്ടത്. ഓ രാമേട്ടാ, നീ ഇപ്പം കാണിക്കുന്ന കണ്ടാൽ ഇനി എന്തോന്ന്, നിന്നെ കണ്ടാലേ അസൽ പിശാചിനെ പോലാണ് നീ കാണിക്കുന്നത്. രാമേട്ട, എനിക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വയ്യ, നമ്മൾ തമ്മിൽ വഴക്കുണ്ടാവും, രാമേട്ട കാര്യം നോക്കെന്ന് പറയുന്നു. എന്നിട്ട് മീനാക്ഷി എടുത്ത് വിളിച്ച് ചോദിക്കുകയാണ് സാവിത്രി, എന്തേ പൊന്നമ്മയും ചിന്നമ്മയും കൂടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോഴത്തേനും മീനാക്ഷിക്ക് ദേഷ്യം വന്നു. മീനാക്ഷി ചോദിക്കും, ഞങ്ങൾ പൊന്നമ്മയും ചിന്നമ്മയാണെങ്കിൽ നിങ്ങൾ ആരാ, വഴിവെക്കൽ അമ്മയാണോ എന്ന് ചോദിക്കുന്നു. ഓ ഞാൻ വഴിവെക്കൽ അമ്മയല്ലടി, ഞാൻ നല്ല വീട്ടിലെ ഒന്നാം തരം തറവാട്ട് അമ്മയാണെന്ന് പറയുന്നു. തറവാട്ടമ്മ എന്ന് മീനാക്ഷി മെല്ലെ അടക്കി പറയുന്നു. അപ്പോഴും നന്ദിനി പറയുന്നു, കണ്ടു ടിക്കറ്റ് എടുത്ത് വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറയുന്നു. അന്നേരമാണ് മീനാക്ഷി പറയുന്നത്, ഏത് എൻ്റെ അമ്മാവൻ്റെ ഒരു ഗതികേട്, വന്ദേ ഭാരത് ട്രെയിന് പോയി തലവെച്ചു കൊടുത്തു എന്ന് പറയുന്നു. അത് ഇവളെ കേൾക്കുന്നു. ഏത് അമ്മാവൻ നിന്റെ കൺട്രി ഫെലോകളൊന്നും രാമേട്ടൻ്റെ അനന്തരവളല്ലെന്ന് പറയുന്നു. അപ്പൊ രാമേട്ടൻ ദേഷ്യം വന്നു. ആര് പറഞ്ഞു? അത് കൺട്രി ഒന്നും അല്ല, എൻ്റെ അനന്തരവളാണ് മീനാക്ഷി എന്ന് പറയുന്നു. ഓ അനന്തരവള്. അപ്പോഴത്തേനും നന്ദിനി പറയുന്നു, എന്തേ സാവിത്രി വെറുതെ വഴക്ക് കൂടുന്നത്? സാവിത്രിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാവിത്രിക്ക് എന്തോ മാനസിക രോഗമാണോ എന്ന് ചോദിക്കുന്നു. മാനസിക രോഗം? ഇടി എനിക്കോ മാനസിക രോഗം? എൻ്റെ ഇവിടുത്തെ അധികാരങ്ങൾ മുഴുവൻ നീ കൈക്കലാക്കി വെച്ചിട്ട് എന്നെ അനാവശ്യം പറയുന്നു എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മാലതി പുറത്തിറങ്ങി ബാക്ക് വശത്ത് നിന്ന് എന്തോ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പൊ അന്നേരമാണ് ഇവരുടെ അടിയും വഴക്കും അല്ല, ഇവരുടെ സംസാരം കേട്ടുകൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് സ്വയം ചിന്തിക്കുവാണ്, പോരെ കത്തുമ്പോഴാണ് കാച്ചിലും ചേനയും പറിക്കുന്നതെന്ന് സ്വയം ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ മൈഥിലിയും വൈശാഖും കൂടെ ബൈക്കിൽ വന്നിറങ്ങുന്നത്. അപ്പൊ അവരെ കാത്താണ് നിൽക്കുന്നത്. എന്നിട്ട് മൈഥിലി ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമാവോ, ആരെങ്കിലും കാണുമോ എന്ന് വൈശാഖിന്റെ അടുത്ത് ചോദിക്കുന്നു. ആരും കാണത്തില്ല, നീ ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞ് ുമ്പോഴത്തേനും. എന്നിട്ട് ഇവിടെ കാണിക്കുന്നത് നന്ദിന്റെ അകത്തുനിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. എന്തിനാ സാവിത്രി വെറുതെ വഴക്ക് കൂടുന്നത്? സാവിത്രിക്ക് എന്നെ തല്ലണോ? ഇന്ന തല്ല്, സാവിത്രിക്ക് എന്നെ എത്ര വേണമെങ്കിലും തല്ലിക്കും. സാവിത്രി, നമ്മളെല്ലാം ഒരു കൂരയ്ക്ക് കീഴിൽ ഒരു വീട്ടിന്റെ അകത്ത് നമ്മളെല്ലാം സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് കഴിയേണ്ടവരാണ് നമ്മളെല്ലാരും. എനിക്കൊരാവശ്യം വന്നാൽ സാവിത്രിയും പിന്നെ എന്ന് സാവിത്രി പറയുവാണ്. സാവിത്രിക്ക് ഒരാവശ്യം വന്നാൽ ഞാനും വലിയ ഉണ്ടാവത്തോളെന്ന് പറയുന്നു. അന്നേരം രാമേട്ടൻ പറയുന്നു, ശരിയല്ലേ, നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ നന്ദിനി ഏട്ടത്തിയല്ലേ നിന്നെ സഹായിച്ചെന്ന് പറയുന്നു. എന്ന് വീണ്ടും ആക്കുന്നു. അപ്പോഴത്തേനും അവിടെ മൈഥിലി വന്നിറങ്ങി മാലതി അവരെയും കൂട്ടിക്കൊണ്ട് പോവാണ്, മുകളിലോട്ട് പോകുന്നു. അപ്പം വൈശാഖ് പോകുന്നില്ല. വൈശാഖ് അവിടെ ഇവിടെ എങ്ങാണ്ട് മാറി നിൽക്കുവാണ്. അന്നേരം അമ്മായി, ഞാനൊന്ന് കുഞ്ഞിന് പാലും, അമ്മായി കുമ്മായി, നീ എന്നെ ഇനി അമ്മായി കുമ്മായി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നീ എൻ്റെ അനിയനെ അടിച്ചോണ്ട് പോയപ്പം അന്ന് മുതൽ ഞാൻ നിന്റെ നാത്തൂനാണ്, നീ എന്നെ നാത്തൂനെന്ന് വിളിച്ചാൽ മതി, നീ പോയി പാല് കൊടുക്കാൻ നോക്കുന്നു പറഞ്ഞു. അപ്പം നീ ഇവിടെ അമ്മായി വിളിക്കാൻ വന്നതോ അതോ നീ ശവം ആവാൻ വന്നതോ പാല് കൊടുക്കാൻ വന്നയോ എന്ന് ചോദിക്കുന്നു. പോയി പാല് കൊടുക്കാൻ പോകുമ്പോൾ കുഞ്ഞിനെ എടുക്കുന്നതിന് മുമ്പേ കുഞ്ഞിൻ്റെ അടുത്ത്, മോളെ നീ എന്നോട് പൊറുക്കണം, അമ്മയുടെ ഒരു അവസ്ഥ കൊണ്ടാണ് അമ്മ വിട്ടിട്ട് പോയത്, അമ്മയോട് ക്ഷമിക്കണം, അമ്മയെ വെറുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. അന്നേരത്തേനും മാലതിക്ക് ദേഷ്യം വന്നു. അവിടെ ഒരു സെന്റിമെന്റ്സ്, എടുത്ത് പാല് കൊടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ പാല് കൊടുത്തുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ
മീനാക്ഷി അവിടുന്ന് സ്റ്റെപ്പ് കയറി വരുന്നുണ്ട്. അപ്പം മീനാക്ഷിയുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു. ഫോൺ അടിച്ചു. അപ്പോഴത്തേന് മാലതിക്ക് വല്ലാത്ത വെപ്രാളം. അയ്യോ എന്ന് പറഞ്ഞിട്ട് മാലതി എന്ത് ഇവിടെ നിന്ന് മാറാം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്നങ്ങ് മാറുന്നു. പക്ഷെ ഇതൊന്നും മൈഥിലി അറിയുന്നില്ല. അപ്പോഴത്തേനും മീനാക്ഷി സംസാരിച്ചു കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഇവരെന്തേ ഓടിപ്പോകുന്നത് മാലതി, ഇനി എന്നെ കണ്ടിട്ടാണല്ലോ ഓടിപ്പോകുന്നത്, എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചോ എന്ന് മനസ്സ് ചിന്തിച്ചിട്ട് അകത്തോട്ട് കയറുമ്പോൾ ഇതായിരിക്കുന്നു മൈഥിലി കുഞ്ഞിന് പാല് കൊടുത്തോണ്ടിരിക്കും. നിങ്ങൾ എന്തിനു ഇവിടെ വന്നത്? എൻ്റെ കുഞ്ഞിന് നിങ്ങൾ എന്തോ ചെയ്യും? നിങ്ങൾ കുഞ്ഞിന് പാല് കൊടുക്കുമായിരുന്നു. പറ്റില്ല, ഞാനിപ്പോൾ ACP വിളിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മേന്ന് വിളിക്കുന്നുണ്ട് താഴോട്ട്. അപ്പോഴത്തേന് നന്ദിനി കയറി വരുന്നുണ്ട്. എന്താ മോളെ എന്ന് വെച്ചോണ്ട്, താണ്ടമ്മ ഇത് നോക്ക്, നീയോ ഇവളാണോ വന്നത്? നീ എന്തിനാ വന്നത്? പ്രസവിച്ച ഉടൻ തന്നെ കുഞ്ഞിനെ ഇട്ട് പോയിട്ട് എൻ്റെ 2 മക്കൾക്ക് ഒരുപോലെ ദ്രോഹം ചെയ്തിട്ട് നീ ഇറങ്ങിപ്പോയവളല്ലേ, നീ എന്തിനാ വന്നേന്ന് അന്നേരം കരയുന്നു. ദൈവമ്മേ, ഞാൻ ഒന്ന് പാല് കൊടുത്തിട്ട് ദൈവമ്മ പ്രസവിച്ചില്ലെങ്കിലും മീനാക്ഷിനെയും കാർത്തികിനെയും എന്ത് വാത്സല്യത്തോടാണ് ദേവമ്മ നോക്കുന്നത്. ദേവമ്മക്ക് എന്നെ മനസ്സിലാവത്തില്ല. ഞാൻ ഒന്നും എൻ്റെ കുഞ്ഞിന് പാല് കൊടുത്തോട്ടെ, ആദ്യം അവസാനമായിട്ടായിരിക്കും, ഇനി ഒരിക്കലും ഞാനിങ്ങനെ ആവശ്യം പറഞ്ഞു വരത്തില്ല. അപ്പം ദേവമ്മയ്ക്ക് സങ്കടം വന്നത്. ദേവമ്മ മീനാക്ഷിയോട് പറയുന്നു, പോട്ടെ മോളെ, അവളൊന്നുമില്ല, പ്രസവിച്ചല്ലേ, അവളൊന്ന് പാല് കൊടുത്തിട്ട് പൊക്കോട്ടെ, ഈ വട്ടം നമുക്ക് ക്ഷമിക്കാമെന്ന് പറയുന്നു. അത് അമ്മയും ACP അറിയിപ്പിച്ചില്ലെങ്കിൽ ACP കാണിക്കുന്ന ദ്രോഹമല്ലയോ. മീനാക്ഷിക്ക് ഭയങ്കര ടെൻഷൻ, കാരണം ACP അറിയിക്കാത്തൊരു ടെൻഷൻ. സാരമില്ല, അവളൊന്ന് പാല് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും പുറത്തിറങ്ങി നിൽക്കുന്നു. അവൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് മാലതി അവിടെ ഒളിഞ്ഞു നോക്കുന്നത് നന്ദിനി കണ്ടു. നന്ദിനി പറയുന്നുണ്ട്, നീ ഒളിഞ്ഞൊന്നും നോക്കണ്ട, നിൽക്കണ്ട, ഞാൻ കണ്ടു, ഇങ്ങി പോരേന്ന് പറയുന്നു. അപ്പോൾ ഒരു വളിച്ച ചിരിയും ചിരിച്ചുകൊണ്ട് വരുന്നു. ഹി എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട്, ചിരിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ കണ്ടു, നീ അവളെ അടുത്തോട്ട് ചെല്ലെന്ന് പറയുന്നു. അങ്ങനെ മാലതി ആ മുറിയിലോട്ട് കയറി കതവ് ചാരുമ്പോൾ നന്ദിനിയും ബാക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നു, കഥവിന്റെ ബാക്കി ഭാവം കൂടെ അടച്ചു വെക്കുന്നു. നന്ദിനിയും മീനാക്ഷിയും കൂടെ പുറത്ത് അക്ഷമരായി എപ്പോഴാ പാല് കൊടുത്തിട്ട് ഇറങ്ങുന്നത് പറഞ്ഞ് കാത്തു നിൽക്കുവാണ്. ഈ സമയത്താണ് വൈശാഖ താഴെ എവിടെയോ പതുങ്ങി നിൽപ്പുണ്ട്. വൈശാഖ അവിടെ നിൽക്കുമ്പോൾ കണ്ടു ACPയുടെ വണ്ടി കയറി വരുന്ന കണ്ടു. അയ്യോ, കാർത്തിക് വരുന്നു പറഞ്ഞ് വൈശാഖ അവിടുന്ന് മാറുന്നു. അപ്പോൾ കാർത്തികിന്റെ വണ്ടി കയറി വരുമ്പോൾ മീനാക്ഷി പറഞ്ഞു, അമ്മേ ACP വന്നു. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും പരിഭ്രാന്തരായി നിൽക്കുന്നു. അകത്ത് മൈഥിലി പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, മാലതിയുണ്ട് കൂടെ. അപ്പോഴേ ഇവർ രണ്ടുപേരും പുറത്ത് നിൽക്കുന്നു. ACP സ്റ്റെപ്പ് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇന്നത്തെ വാത്സല്യം സീരിയൽ. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.